Hello students. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വെരിഫിക്കേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. When n is a positive integer, find the reduction formula for L of t raised to n and hence evaluate L of t raised to n. L of t Laplace transform of t നമ്മൾ ചെയ്തതാണ്. ഇത് t raised to n ൻ്റെയാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനേഷനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. L of t raised to n is equal to integral 0 to infinity e raised to minus st t raised to n dt എന്നുള്ളതാണ് വരുന്നത്. എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ t raised to n വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻറ്റഗ്രൽ 0 to infinity t raised to n e raised to minus st dt എന്ന് എഴുതാം. ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to b t raised to n e raised to minus st dt എന്ന് എഴുതാം. ഇവിടെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് നോക്കണം എന്നില്ല, സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ചെയ്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ടി റേസ് ടു എന്നും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇ റേസ് ടു മൈനസ് എസ് ടിയും എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് വിത്തിൻ ദ ലിമിറ്റ് 0 to b. ഈ 0 to b എന്നുള്ള ഇൻറ്റഗ്രൽ മാത്രം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ചെയ്യണേ കേട്ടോ. ലിമിറ്റ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്, അത് നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരട്ടെ. ഇതാദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second within the limit 0 to b minus integral 0 to b derivative of the first into integral of the second എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ ലിമിറ്റ് കൊടുക്കുക. നമുക്ക് ലിമിറ്റാണല്ലോ ആവശ്യം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് 1 എന്നുള്ളത് കൊടുത്താൽ ഇവിടെയും ഓരോ ഇതിലും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു -1/s ഔട്ട് സൈഡ് എടുക്കാം. ഇതിൽ നിന്നൊരു +n/s ഔട്ട് സൈഡ് എടുക്കാം. ഇനി ഇതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ടേം മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് നോക്കുന്നു. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് എസ് ടി വിത്തിൻ ദ ലിമിറ്റ് 0 to b. അപ്പോൾ ഇത് ബി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് എസ് ബി എന്നാവും. ഇ റേസ് ടു മൈനസ് എസ് ബിനെ താഴത്തേക്ക് എഴുതിയാൽ അതാ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോപ്പിത്താൾസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. ലോപ്പിത്താൾസ് റൂൾ അപ്ലൈ ചെയ്താൽ എന്താ ചെയ്യേണ്ടത്, മുകളിലും താഴെയും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തു. ഇത് ലോപ്പിത്താൾസ് റൂൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ സിമ്പലാണ് അല്ലേ. എല്ലൊന്നും കൂടി നമ്മൾ എഴുതും ഇവിടെ. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 1, ഇവിടെ എസ് ഇൻറ്റു ഇ റേസ് ടു എസ് ബി. പിന്നെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററും ഇൻഫിനിറ്റി, താഴെയും ഇ റേസ് ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം തന്നെ വരും എഗെയിൻ. അപ്പോൾ ഇതിൽ നിന്നൊരു n/s ഔട്ട് സൈഡ് എടുക്കും. ബാക്കി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി b raised to n minus 1 by e raised to sb, അതും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ലോപ്പിത്താൾസ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇത് ഇങ്ങനെയും കിട്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഇവിടെ നമുക്കപ്പോൾ ഒരു n-1/s ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി ഉണ്ടാവുക n ഇൻറ്റു n-1, ഇവിടെ s² ആവും. ബാക്കി നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് വരും. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി n-2 b raised to n-3 s e raised to sb, അതും എഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബിയുടെ പവർ കുറഞ്ഞ് വരുന്നതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഡെറിവേറ്റീവ്സ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇത് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഒന്ന് പോയി ലാസ്റ്റ് ഇവിടെ 1 വരും. അതുപോലെ ഇവിടെ 2 പ്രാവശ്യം ചെയ്തപ്പോൾ s², അങ്ങനെ n പ്രാവശ്യം ചെയ്യുമ്പോൾ ഇവിടെ s റേസ് ടു n വരും. അങ്ങനെ മുകളിൽ നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് 1ഉം ഡിനോമിനേറ്ററിൽ നമുക്ക് ഇ റേസ് ടു എസ് ബിയും വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും ആഫ്റ്റർ n സ്റ്റെപ്സ് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലെത്തുമ്പോൾ നമ്മളിപ്പോൾ 1/bക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് ഇൻഫിനിറ്റി, ഇത് 1/∞ എന്നുള്ള ഫോമിലാണ്. ഈ വാല്യൂ 0 ആണ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് ടേം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് നമുക്ക് 0 ആണെന്ന് കിട്ടി. നമുക്ക് ഇതിലെ ഈ ഇൻറ്റഗ്രലും ഈ ലിമിറ്റ് മാത്രം എടുത്തൊന്ന് ചെയ്ത് നോക്കാം. n/s അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് മാത്രം എടുത്തൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to b t raised to n-1 e raised to minus st dt. അതിന് നമുക്ക് ഇൻറ്റഗ്രൽ 0 to b ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to b എന്നുള്ളതിനെ 0 to ഇൻഫിനിറ്റി എന്ന് തിരിച്ച് മാറ്റി എഴുതി ടി റേസ് ടു n-1 ഇ റേസ് ടു മൈനസ് st dt. ഇതെന്ന് പറഞ്ഞത് എന്താ, ഡെഫിനേഷൻ പ്രകാരം ഇതെന്താ,
ഇത് L of t raised to n minus 1 ആണ് അല്ലേ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t raised to n minus 1 ആണ്. തൽക്കാലം നമ്മളത് അങ്ങനെ എഴുതിയ റിക്കേഴ്സീവ് ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ കിട്ടിയ വാല്യൂസ് എല്ലാം. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഇവിടെ നമുക്ക് ബാലൻസ് ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക L of t raised to n equal to n by s into L of t raised to n minus 1 if s greater than 0 എന്നാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റിക്കേഴ്സീവ് ഫോർമുല വരുന്നത്. റിക്കേഴ്സീവ് ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളോട് അത് വെച്ചിട്ട് L of t raised to n ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t raised to n ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ചെയ്ത് നോക്കാം. അപ്പോൾ L of t raised to n equal to n by s into L of t raised to n minus 1 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ നമുക്ക് പല പ്രാവശ്യം റിക്കേഴ്സീവ് ഫോർമുല അപ്ലൈ ചെയ്താൽ ഇനി ഇത് L of t raised to n minus 1 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ n-ൻ്റെ പ്ലേസിൽ n minus 1 അല്ലേ വരിക. അപ്പോൾ ഇവിടെ n minus 1 by s into L of t raised to n minus 2 എന്ന് എഴുതാം. L of t raised to n minus 2 നമുക്ക് n minus 2 by s into L of t raised to n minus 3 എന്ന് എഴുതാം. അങ്ങനെ പോയി അവസാനം ഇറ്റ് ഈസ് 1 into 1 by s into കുറഞ്ഞു വരികയല്ലേ, 2 by s into വന്നു, പിന്നെ 1 by s into L of t raised to 0. ഇവിടെ ഉള്ളതിനേക്കാളും 1 കുറവായിരിക്കും ഇവിടെ. അപ്പോൾ L of t raised to 0 വരുന്ന വരെ നമ്മൾ ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം അപ്പോൾ ഇവിടെ നമുക്ക് n into n minus 1 into n minus 2 into എക്സെട്ര 2 into 1 into വരെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ n ടൈംസ് എസ്സും വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി L of t raised to 0 വരുന്നുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t raised to 0 എന്ന് വെച്ചാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1. അതാണ് ലാസ്റ്റ് ടേം വരുന്നത്. L of 1 എന്ന് പറഞ്ഞാൽ 1 by s ആണെന്നറിയാം. അപ്പോൾ ഇത്രയും ഇൻറ്റു 1 by s എന്നും കൂടി വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് n ഫാക്ടോറിയൽ ആണ്. താഴെ ഇവിടെ തന്നെ n ടൈംസ് ഉണ്ടായിരുന്നു എസ്, പിന്നെ ഒരു എസ്സും കൂടെ കൂടുതലുണ്ട്. ഈ t raised to 0ൻ്റെ എസ്സും കൂടി കൂടുതലുണ്ട്. അപ്പോൾ ടോട്ടൽ s raised to n plus 1 ആണ് അവിടെ വരിക. അപ്പോൾ ആൻസർ n ഫാക്ടോറിയൽ ബൈ s raised to n plus 1. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസിങ് ദ ഡെഫിനേഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം പ്രൂവ് ദാറ്റ് L of t raised to a is equal to gamma of a plus 1 divided by s raised to a plus 1 and hence deduce that L of t raised to a equal to a factorial by s raised to a plus 1 where a is a positive integer. ഇതും ഈ എബവ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഗാമയുടെ ഡെഫിനേഷൻ ഒന്ന് നോക്കിയിട്ട് പോവാം. അതൊന്ന് എഴുതി വയ്ക്കുക ഗാമ എന്താണെന്നുള്ളത്. ഗാമ ഓഫ് എ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus x raised to a minus 1 dx എന്നാണ് ഡെഫിനേഷൻ, വേറെ a greater than 0. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഗാമയുടെ ഡെഫിനേഷൻ ഒന്ന് സൈഡിൽ എഴുതി വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനേഷനിൽ നിന്ന് തന്നെയാണ്. നമുക്ക് L of t raised to a ഡെഫിനേഷനിൽ അപ്ലൈ ചെയ്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷനിൽ അപ്ലൈ ചെയ്യാം. ഈസ് ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st t raised to a dt ആണെന്ന് കിട്ടും. ഇനി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് st ഈക്വൽ ടു എക്സ് സോ ദാറ്റ് t ഈക്വൽ ടു എക്സ് ബൈ എസ്. സബ്സ്റ്റിറ്റ്യൂഷനിലേ കൊടുത്തേ. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ ഡി ടി കണ്ടുപിടിക്കണം. dt ഈക്വൽ ടു ഡി എക്സ് ബൈ എസ് കിട്ടും. അതുപോലെ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ t ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ x ഈക്വൽ ടു 0 കിട്ടും. കൊടുത്തു നോക്കിയാൽ മതി. t ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ x ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ if s greater than 0 we have L of t raised to a equal to integral 0 to infinity e raised to minus st t raised to a dt ആയിരുന്നതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴും integral 0 to infinity e raised to minus x by s the whole raised to a dx by s എന്ന് കിട്ടും. അതിൽ നമുക്ക് എസിൻ്റെ ടേം കംപ്ലീറ്റ് കളക്ട് ചെയ്ത് ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ദറ്റ് ഈസ് 1 by s raised to a plus 1 integral 0 to infinity e raised to minus x raised to a dx എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഈ ഇൻറ്റഗ്രൽ 0 to infinity e raised to minus x raised to a minus 1 dx എന്ന് പറയുന്നത് ഗാമ ഓഫ് എ ആണ്. അപ്പോൾ ഇവിടെ x raised to a വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗാമ ഓഫ് a plus 1 ആയിരിക്കും. അപ്പോൾ ഇതിന് പകരം ഇവിടെ നമ്മൾ ഗാമ ഓഫ് a plus 1 ഡിവൈഡഡ് ബൈ s raised to a plus 1 എഴുതും. അപ്പം അങ്ങനെ നമുക്ക് ആ ഫോർമുല കിട്ടി. ഇനി നമുക്കറിയാം ഗാമ ഓഫ് a plus 1 എന്ന് പറഞ്ഞാൽ എ ഫാക്ടോറിയൽ ആണ്, മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക്
ഇത് എ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എ പ്ലസ് 1 എന്ന് കൺക്ലൂഡ് ചെയ്യാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അടുത്തത് നെക്സ്റ്റ് അതുപോലെയുള്ള വേറൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി ആൻഡ് സൈൻ എച്ച് എ ടി ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്ന ഡെഫിനീഷൻ യൂസ് ചെയ്തിട്ട് ഡെഫിനീഷൻ കോസ് എച്ച് എ ടിയുടെ ഡെഫിനീഷൻ ഹാഫ് ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി എന്നല്ലേ. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് എന്ന് എഴുതതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ആ ഡെഫിനേഷനിലേക്ക് പോകേണ്ടി വരില്ല, കാരണം എൽ ഓഫ് ഇ റേസ് ടു എ ടിയും എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടിയും നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇ റേസ് ടു എ ടിയുടെ 1/s മൈനസ് ചെയ്യാമെന്നറിയാം, ഇ റേസ് ടു മൈനസ് എ ടിയുടെ 1/s പ്ലസ് ചെയ്യാമെന്നറിയാം. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എൽ സി ഒക്കെ കണ്ടൊന്ന് ഭംഗിയാക്കി എഴുതിയാൽ s/s² മൈനസ് a² എന്ന് ആൻസർ കിട്ടും. അതുപോലെ സൈൻ എച്ച് എ ടി അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ മൈനസ് വരുന്നുള്ളൂ, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ a/s² മൈനസ് a² എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് എയുടെ പ്ലേസിൽ 3ഓ 4ഓ 5 ഒക്കെ തന്നാലും ഇതനുസരിച്ചിട്ട് തന്നെ ഈ ഫോമുല ഫസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഫോമുല അനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഫോമുലാസ് എല്ലാത്തിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതുവരെ പഠിച്ചതെല്ലാം ഫോമുലാസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ.